നമസ്തേ. ഇന്ന് ഇന്റർനാഷണൽ യോഗ ഡേയെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. നമുക്കറിയാം, ജൂൺ മാസം 21 അനവധി വർഷങ്ങളായിട്ട് നമ്മൾ അന്തർദേശീയ യോഗാ ദിനമായിട്ട് ആചരിക്കുകയാണ്. നമുക്കൊക്കെ ആനന്ദം പ്രദാനം ചെയ്യുന്ന കാര്യമാണ്. ഭാരതത്തിൽ നിന്നാണ് ഇതിന്റെ ഉത്ഭവം. ഈ യോഗാ സമ്പ്രദായത്തിന് ഉത്ഭവം ഭാരതത്തിലാണ്. ഇതിന്റെ വിശ്വവ്യാപനത്തിന് വേണ്ടിയിട്ട് അധ്വാനിച്ച് നമ്മളുടെ ഇന്ത്യ ഗവൺമെന്റ് ആണ്. പ്രധാനമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി മോഡി വന്നതിന് ശേഷമാണ് ആ ശ്രമം നടന്നിട്ടുള്ളത്. അങ്ങനെ ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള മുഴുവൻ രാജ്യങ്ങളിലും അന്ന് ഈ അനവധി പ്രോഗ്രാംസ് നടക്കുകയാണ്. ഒരാൾ തൊട്ട് 10,000 ആളുകൾ പങ്കെടുക്കുന്ന വലിയ വലിയ പ്രോഗ്രാംസ് നടക്കുകയാണ്. അപ്പൊ നമ്മളും ഇതിന്റെ ഭാഗമായി തീരണം എന്നാണ് എനിക്ക് പ്രത്യേകിച്ച് പറയുവാനുള്ളത്. കേരളത്തെ സംബന്ധിച്ചോളം വളരെ പരമപ്രധാനമായ ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, കേരളം രോഗികളുടെ ഒരു ഹമ്പായിട്ട് മാറിയിരിക്കുകയാണ്. കേരളത്തെ ഒരു വലിയ ആശുപത്രി എന്നാണ് ചില ആരോഗ്യ വിദഗ്ധന്മാർ വിശേഷിപ്പിക്കുന്നത്. അനവധി രോഗങ്ങൾ. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മരുന്ന് വിറ്റേണ്ട പ്രദേശം കേരളമാണ്. ഒരു രോഗിയുമില്ലാത്ത ഒരു വീടും ഇല്ല എന്നുള്ള അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. പ്രമേഹത്തിന്റെ കാര്യം പറഞ്ഞാൽ കേരളത്തിന്റെ മൊത്തം ജനസംഖ്യ 5 കോടിയോളം വരും. ഏതാണ്ട് ഒരു 80 ലക്ഷത്തോളം പ്രമേയങ്ങളുള്ളതാണ് കണക്ക് കൂട്ടുന്നത്. ഇത് ലോകത്തെ ഏറ്റവും വലിയ ഡെൻസിറ്റി, ഏറ്റവും വലിയ സംഖ്യയാണിത്. അപ്പൊ ഈ 80 ലക്ഷത്തോളം വരുന്ന പ്രമേയങ്ങളെ സംബന്ധിച്ചോളം ഇവര് നമ്മളുടെ വരുമാനത്തിന്റെ സിംഹഭാഗവും മരുന്ന് മേടിക്കാൻ വേണ്ടി മാറ്റിവെക്കുകയാണ്. നമ്മുടെ കേരളത്തിന്റെ സാമ്പത്തിക തകർച്ചയുടെ പ്രധാന കാരണം ഈ ഒരു ആരോഗ്യ വിഷയമാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇതിന്ന് കരകയറണമെങ്കിൽ നമുക്ക് ഇന്നത്തെ പോലെ മരുന്ന് കഴിച്ച് മാത്രം സാധിക്കില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മരുന്ന് കഴിച്ച് മാറ്റാവുന്ന രോഗമല്ല പ്രമേഹം. ഒരു മരുന്ന് കൊണ്ടും പ്രമേഹം മാറില്ല. പ്രമേഹത്തെ മാറ്റാൻ പറ്റിയ ഒരു മരുന്നും ലോകത്ത് ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. നമ്മൾ ചെയ്യുന്ന മരുന്നുകൾക്ക് പ്രമേഹത്തെ കൺട്രോൾ ചെയ്യാനുള്ള മരുന്നാണ്. അപ്പൊ അതുകൊണ്ട് പ്രമേഹത്തിൽ നമുക്ക് അതിന്റെ അസ്വസ്ഥത കുറയ്ക്കണമെങ്കിൽ പ്രമേഹത്തെ വരാനുള്ള കാരണത്തെ ഇല്ലാതെയാക്കണം. പ്രമേഹം ഒരു ലൈഫ് സ്റ്റഡീസ് ആണ്, ജീവിതശൈലി രോഗമാണ്. ശരീരത്തിന് യോജിക്കാത്ത ആഹാരക്രമവും വ്യായാമത്തിന്റെ കുറവുമാണ് ഈ രോഗത്തിന്റെ കാരണം. യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്ത സ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖ എന്ന് പറയും. ശരിയായ ആഹാരവും ശരിയായ വ്യായാമവും ശരിയായ മാനസിക വ്യാപാരവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആരോഗ്യത്തിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇത് പ്രദാനം ചെയ്യാനുള്ള ഒരു സമഗ്രമായ പദ്ധതിയാണ് ഈ യോഗ എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ശരിയായ ആഹാരവും ശരിയായ വ്യായാമമാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ശരീരത്തിന് സമഗ്രമായ വ്യായാമം. നമ്മളിപ്പോ സാധാരണ വേറെ പല വ്യായാമങ്ങളും നിങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനത്തെ വ്യായാമങ്ങളിലൊന്നും ഇതുപോലെ സമഗ്രമായ വ്യായാമം കിട്ടില്ല. ഇതെല്ലാം ഇന്റേണൽ ഓർഗൻസിന്, നമ്മുടെ നാഡികൾക്ക്, ഞരമ്പുകൾക്ക്, എൻഡോക്രൈൻ സിസ്റ്റത്തിന്, അതുപോലെ തന്നെ നമ്മളുടെ സന്ധികൾക്ക്, ജോയിന്റുകൾക്ക്, അങ്ങനെയുള്ള എല്ലാ അവയവത്തിനും വ്യായാമം കിട്ടുന്ന തരത്തിലുള്ള ഒരു സമഗ്രമായ വ്യായാമമാണ് യോഗയുടെ ഭാഗം. അതുപോലെ ഇത് വളരെ സിമ്പിളാണ്, ആർക്കും ചെയ്യാം. മറ്റേ വലിയ വലിയ യോഗാസനങ്ങളൊക്കെ നമുക്ക് വലിയ വലിയ വ്യായാമ മുറകളൊന്നും നമുക്ക് പലർക്കും കുറച്ച് ആരോഗ്യം കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഇത് 100 വയസ്സായവർക്ക് വരെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇവിടെ 100 വയസ്സായി, എനിക്ക് യോഗ ചെയ്തിട്ട് മരിക്കണം എന്ന് ആഗ്രഹമാണെങ്കിൽ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. അതിനുള്ള യോഗാസനം വരെയുണ്ട്. നമുക്ക് ചെറിയ കുട്ടികൾ തൊട്ട് വലിയ ആളുകൾക്ക് വരെ ചെയ്യാവുന്ന തരത്തിലുള്ള 100 കണക്കിന് വ്യത്യസ്തമായ യോഗാസനങ്ങളുണ്ട്. അതുപോലെ ഓരോ രോഗത്തിനും പറ്റിയ യോഗാസനം ഉണ്ട്. അതാണ് നമ്മള് ഈ യോഗ തെറാപ്പി എന്ന് പറയുന്നത്. ഓരോ രോഗവും കുറയ്ക്കാൻ ആവശ്യമായ യോഗാസനങ്ങളുണ്ട്. പിന്നെ ഇതിന് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. സാധാരണ നമ്മൾ ഹോസ്പിറ്റലിൽ മരുന്ന് കഴിക്കുമ്പോൾ ഒരു രോഗത്തിന് മരുന്ന് കഴിച്ചാൽ അടുത്ത രോഗം വരും, അതിന് മരുന്ന് വേറെ രോഗം വരും, അവസാനം നമ്മൾ ഒരു രോഗങ്ങളുടെ കൂടാരമായിട്ട് ശരീരം മാറും. ഇതുപോലെ സൈഡ് എഫക്റ്റ്, പാർശ്വഫലങ്ങളൊന്നും യോഗയ്ക്കില്ല. ചെലവ് വളരെ ഗണ്യമായിട്ട് കുറയ്ക്കാൻ സാധിക്കും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, നമ്മളുടെ ഇന്നത്തെ വരുമാനത്തിന്റെ സിംഹഭാവം മരുന്ന് മേടിക്കാൻ വേണ്ടി മലയാളി മാറ്റിവെക്കുകയാണ്. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ചെലവ് വളരെ ഗണ്യമായിട്ട് കുറയ്ക്കാൻ സാധിക്കും. ഒരു പൈസയും ആവശ്യമില്ലാതെ നമുക്ക് വീട്ടിൽ എഴുന്നേറ്റ് യോഗാസനങ്ങൾ ചെയ്യാൻ സാധിക്കും. അങ്ങനെ വലിയ സാധ്യതയുള്ള ഒരു ആരോഗ്യ രംഗമാണ് ഈ യോഗ എന്ന് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ ഗവൺമെന്റ് ലോകത്ത് മുഴുവൻ ഇത് വ്യാപിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത്. രണ്ടാമത്തെ പ്രാധാന്യം ശരീരത്തിന് മാത്രമല്ല മനസ്സിന്റെയും ആരോഗ്യത്തെ വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഇന്ന് കാണുന്ന രോഗങ്ങളില് ഒരു 50% മെന്റൽ ഡിസീസുകളാണ്. വ്യാധിയായി തീരുക ചെയ്യുന്നത്. അതിനെ പരിഹരിക്കാൻ മരുന്നുകൾക്ക് മാത്രം സാധിക്കില്ല. അപ്പൊ യോഗാസനത്തിലേക്ക് വന്നാൽ നിങ്ങൾ അറിയാതെ നിങ്ങൾക്ക് മനസ്സിന്റെ ബലവും നിങ്ങൾക്ക് വർദ്ധിച്ചു വരും, മെന്റൽ എനർജി വർദ്ധിച്ചു വരും. അതുകൊണ്ട് ഈ യോഗ ഡേ നമുക്ക് ഇതിനെ പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റിയ ഒരു അവസരമായിട്ട് ഉപയോഗിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അതിനുവേണ്ടി നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിനോടൊപ്പം
നമ്മളും ഭാഗവാക്കാവാൻ നമ്മളും പങ്കുചേരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ വരുന്ന 21-ാം തീയതി രാവിലെ 5:30 തൊട്ട് 7 മണി വരെ ഫ്രീ ആയിട്ട് കേരളത്തിലെ പ്രമേഹ രോഗികളെ ഷുഗർ റിവേഴ്സ് യോഗാസനങ്ങൾ പഠിപ്പിക്കാൻ മൂവാറ്റുപുഴ സുഖജീവൻ യോഗാ സെന്റർ തയ്യാറായിട്ടുണ്ട്. സുഖജീവൻ നേച്ചർ സെന്റർ തയ്യാറായിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ഓൺലൈൻ കോഴ്സാണ്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ വീട്ടിൽ നിന്ന് ചെയ്യാം. കേരളത്തിൽ മാത്രമല്ല, നിങ്ങൾക്ക് ഇന്ത്യയിലെ ലോകത്ത് എവിടെയും ഇത് അയച്ചു കൊടുക്കാം. അപ്പൊ നിങ്ങൾ 2 കാര്യം ചെയ്യേണ്ടത്. ഒന്ന്, ലോകത്തുള്ള ആളുകൾ മുഴുവൻ യോഗ ചെയ്യുമ്പോൾ നിങ്ങൾ കിടന്ന് ഉറങ്ങരുത്. നമ്മൾ രാവിലെ ആ ദിവസം നമ്മൾ യോഗാസനം ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവണം. അതിന് ശരിയുള്ള ഡയറ്റ്, അതിനുള്ള ഡ്രസ്സും ഒക്കെ ആയിട്ട് നമ്മൾ ഈ ക്ലാസ്സിൽ പങ്കെടുക്കണം. രണ്ടാമത് നമുക്കൊരു ധർമ്മമുണ്ട്. നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ. മനുഷ്യനൊരു സമൂഹ ജീവിയാണല്ലോ. സമൂഹത്തിന് മറ്റുള്ളവർ കൂടി പരിഗണിക്കണം എനിക്ക് പറയാനുള്ളത്. ഒട്ടേറെ ആളുകൾ ഈ പ്രമേഹം വന്ന് കിടന്നുറങ്ങാൻ വയ്യാത്ത ആളുകളുണ്ട്. അതുപോലെ കാലിന് വേദനയൊക്കെ വന്നിട്ട്, കാലിലൊക്കെ മുറിവുകൾ വന്നിട്ട് ഭേദമാകാത്ത അൾസറൊക്കെ വന്ന് ജീവിക്കുന്ന ആളുണ്ട്. അങ്ങനെ അനവധി വിഷമിക്കുന്ന ആളുണ്ട് ഷുഗർ റിലേറ്റഡ് ഡിസീസുകളുണ്ട്. അപ്പൊ അവരിലേക്ക് കൂടി നമുക്ക് ഈ സന്ദേശം എത്തിക്കാൻ സാധിക്കണം. അവരുടെ ആ പ്രശ്നങ്ങൾക്ക്, അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക്, അവരുടെ വേദനകൾക്ക് അല്പം ആശ്വാസം കൊടുക്കാൻ നമുക്ക് സാധിക്കുന്ന ഒരു പുണ്യകർമ്മമാണല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ദൗത്യത്തെ മറ്റുള്ളവരായിട്ട് പങ്കുവെക്കണം. പരമാവധി ആളുകളെ നമ്മളെ ഈ സുഖജീവന്റെ യോഗ ദിനത്തിലെ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് അവർക്ക് ഷെയർ ചെയ്യണം. പിന്നെ മൗത്ത് പബ്ലിസിറ്റി നിങ്ങൾ നേരിട്ട് വിളിച്ചു പറയണം. അങ്ങനെ ധാരാളം ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ ഈ ദിവസം നമുക്ക് ഒരു രോഗ വിമുക്തിയുടെ ദിനമായിട്ട്, ഷുഗർ നിർമ്മാർജ്ജനത്തിന്റെ ദിവസമായിട്ട്, ഷുഗർ നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിക്കും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഷുഗർ മാറാത്ത രോഗമൊന്നുമില്ല. ഷുഗർ മാറാവ്യാധി മരുന്നുകൊണ്ട് വല്ലാതെ മാത്രമേ ഉള്ളൂ. ശരിയായ ആഹാരത്തിനും ശരിയായ വ്യായാമത്തിനും നമുക്ക് ഷുഗർ മാറ്റാൻ സാധിക്കും. ഞങ്ങൾ അങ്ങനെ 100 കണക്കിന് ആളുകൾ ഷുഗർ കുറയ്ക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട്. നമുക്ക് സാധിക്കും അത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ദിവസം മാറ്റിവെക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ആയിരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് നമുക്ക് ശനിയാഴ്ച രാവിലെ 5:30 ഓൺലൈനിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.